ആം ആദ്മി പാർട്ടി വിട്ട ഡൽഹി മുൻ മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് BJPയിൽ ചേരുമെന്ന് സൂചന വരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:30 മണിയോടെ അംഗത്വം സ്വീകരിക്കാനാണ് സാധ്യത. ഇന്നലെയാണ് ഗെഹ്ലോട്ട് രാജിവെച്ചത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, ഗെഹ്ലോട്ട് മാത്രമല്ല ഈ ആം ആദ്മി പാർട്ടിയിൽ കൊഴിഞ്ഞുപോക്ക് കുറച്ച് കൂടുതലാണല്ലോ. ഇതെല്ലാം BJP ഓപ്പറേഷൻ ആണെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഹിസ്കൈൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ആ ഒരു കൂടിയാണ് ആം ആദ്മിയിലെ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ചും സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള കൈലാഷ് ഗെഹ്ലോട്ട് ഇന്നലെ പാർട്ടി വിടുന്നത്. പാർട്ടിക്കെതിരെ നിരവധി വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആ രാജിക്കത്ത് അരവിന്ദ് കെജ്രിവാളിന് നൽകിയത്. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു, ഒരാളുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം പാർട്ടി മാറുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ആ രാജി സമർപ്പിക്കുന്നു. അത് മുഖ്യമന്ത്രി അതിഷി രാജി സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ഉൾപ്പെടെ അതിഷി കൈകാര്യം ചെയ്യുന്നതിലേക്കുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്നുള്ളത് രാജിവെച്ച കൈലാഷ് ഗെഹ്ലോട്ട് BJPയിൽ ചേരുമെന്നുള്ള വിവരങ്ങളാണ്. 12:30 BJPയുടെ പാർട്ടി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇത് സംബന്ധിച്ച് BJPയും ചില സൂചനകൾ പുറത്തുവിട്ടിട്ടുണ്ട്. 12:30 ഒരു എമിനൻ്റ് പേഴ്സണാലിറ്റി BJPയിൽ ചേരുമെന്നാണ് BJP നൽകുന്ന സൂചനകൾ. എന്തായാലും കൈലാഷ് ഗെഹ്ലോട്ട് രാഷ്ട്രീയം മാറുന്നു എന്നതിൻ്റെ ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് സമയത്ത് ആം ആദ്മിക്ക് ഒരു വലിയ തിരിച്ചടിയായി മാറുന്ന ഒന്നാണ്. കാര്യം ആം ആദ്മിയുടെ ഒരു ജാട്ട് മുഖമായിരുന്നു കൈലാഷ് ഗെഹ്ലോട്ട് എന്നുള്ളത്. ഒപ്പം തന്നെ ചില സുപ്രധാന വകുപ്പുകൾ ഉൾപ്പെടെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. അതെല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ ആം ആദ്മിക്കെതിരെ ഒരു തിരിച്ചടിയായി മാറുന്ന സാഹചര്യമുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ പ്രകാരം കൈലാഷ് ഗെഹ്ലോട്ട് BJPയിലേക്ക് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. സ്കെയിൻ.